Hi, it's me Jilna. Welcome to another episode of Ginger Coffee Vlogs. അച്ചുഷേ എനിക്ക് പോണ്ടേ? 6:30 ആയി. വാ. നീ കുളിച്ചിട്ടില്ല, എനിക്ക് കുളിക്കണം. 6:30 ആയി. വാടാ, ട്രിപ്പ് പോണ്ടേ, നേരത്തെ പോണ്ടേ. 5 മിനിറ്റ് ഇല്ല. വാ, അപ്പൊ കുളിച്ചു കഴിഞ്ഞ് പോയി കുളിക്ക്. അമ്മ കുളിക്കാ, നീ കുളിക്കാതെയോ? മളു പോണ്ടേ? എനിക്ക് പോവാ. 6:42. ഇതില് 6 ആയിട്ടില്ല. സൂര്യടാ, ക്ലോക്ക് തന്നതല്ല, ഇന്നാണ് സമയം. സമയം എവിടേക്ക് പോയി? മുന്നോട്ട് പോയേ? അല്ല, മുന്നോട്ട് പോയി. അത് ക്ലോക്കല്ല തെറ്റ്, ഇത് ഓട്ടോമാറ്റിക്കായി. ഫോൺ ഓട്ടോമാറ്റിക്കായി മുന്നോട്ടേ പോയത് 1 hour. ഇതിലിപ്പോ 6 ആവുന്നേ ഉള്ളൂ. ഇവിടെ 6:45 ആയിപ്പോ. ഒരാള് പറയാ കാലത്തായിട്ടുണ്ടായിരുന്നേ, 6:30 ആയി, ക്ലോക്ക് നിന്നൂലേന്ന്. ഞാനും ഇവിടെ ചേച്ചി ക്ലോക്ക് നിന്ന്. ഞാൻ 3:30 നോക്കിയപ്പോ കറക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ ക്ലോക്ക് നീങ്ങുന്നുണ്ട്. അപ്പഴേ ഞാൻ ഓർത്ത അമ്മല് പറഞ്ഞല്ലോ ഇന്ന് പോകുന്ന സമയം. അതല്ല, ട്രിപ്പ് പോകുന്നു പറഞ്ഞ അന്ന് തന്നെ സമയം പോയി. അതെ, അപ്പൊ അലാം അടിച്ചത് എപ്പോഴാ? അലാം കറക്റ്റ് അടിച്ചു അല്ലേ? 6:30 വെച്ചേ. ഓക്കെ. ഞാന് പിന്നെ ഓർത്ത് സമയം നീങ്ങുന്നുണ്ടല്ലോ, ക്ലോക്ക് സ്റ്റക്കായിന്നും പറഞ്ഞു. അമ്മ പോവാ. അങ്ങനെ ഇരുന്നോട്ടാ, ലൂസായിട്ടിരുന്നോട്ടെ. കേക്കിണ്ടാ പിന്നെ ബ്ലോക്ക് ആക്കിട്ടെ. പിന്നെ റെഡിയായോ അമ്മളു? ചാറ്റ് പോ, റെഡിയായോ അമ്മളു? അമ്മയുടെ പുന്നി, നമ്മള് ഹാമിൽട്ടൺ ചെറി ബ്ലോസം കാണാൻ പോവാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി പാർക്കിലൊക്കെ പോയിട്ട് ഇന്നൊരു ട്രിപ്പ് മൂഡാണ്. വാ പോവാം. എവിടെ പോയതാ? മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പോയതാ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടികളൊന്നും അധികം അങ്ങനെ കാണുന്നില്ല. ട്രാഫിക്കൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഏർലി മോർണിംഗ് ഇറങ്ങിയത് തന്നെ വീട്ടിൽ നിന്ന്. ഒരു 3 hours ഉണ്ടോ ട്രാവൽ ചെയ്തിട്ട് യാത്ര? ഒരു 3 മണിക്കൂറോളം ഉണ്ട് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്. പിന്നെ ഈ ഒരു ചെറി ബ്ലോസത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് പറഞ്ഞു വേഗം പോരെ, പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. കാരണം സെപ്റ്റംബർ ലാസ്റ്റ് ആയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ആയി. ഇനിയിപ്പോൾ എത്രയായി? 28 ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വേഗം പോണത്. പിന്നെ അച്ഛനും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു 2 weeks അച്ചു യോയോ. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മൾ ചെറുതൊരെണ്ണം കണ്ടു, നമ്മുടെ പള്ളിയുടെ അടുത്ത പാർക്കിൽ പോയപ്പോൾ ചെറുതായിട്ട് കണ്ടു. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊരു ചെറിയ ക്വാണ്ടിറ്റി ഉള്ളു. അപ്പോൾ പിന്നെ ഇത്രയും വലിയൊരു പാർക്ക് ഫുള്ള് ഈ ഒരു ചെറി ബ്ലോസം അടിപൊളിയായിരിക്കും അല്ലേ കാണാൻ. വിശേഷങ്ങള് ഞാനൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വലിയ സാധ്യമായിട്ടുള്ള വൈദികര ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പ്രാർത്ഥനകളായി കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെ യാത്രകളൊക്കെയാണ്. നമുക്ക് പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് നന്ദി പറയുന്നു കേട്ടോ. നാളത്തെ അഭിഷേകാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നന്മറിഞ്ഞു അല്ലേ നാളത്തെ അഭിഷേകാന്തി നല്ല കൃപയായി മാറുന്നതിന്. അങ്ങനെ 9:30 ആയി. നമ്മൾ ഒരു പെട്രോൾ പമ്പ് അല്ലേ സൂചിട്ടത്,
പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ചു ഹാപ്പി, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, ചിക്കൻ കറിയും പൊറോട്ടയും. ഒരു ചായ കിട്ടുമോ സുചിട്ടാ? കോഫി, ചൂട് ചൂട് ചായ വേണം. ചില കാര്യം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരാം, ചില കിട്ടണം. അമ്മോളം ഉറങ്ങാം, അമ്മോളം ഇട്ടിട്ട് പാല് കൊടുക്കാം. റൊട്ടിയുണ്ട്, ചിക്കൻ കറിയുണ്ട്. അതിന് മുകളിൽ പ്ലാസ്റ്റിക് ഉണ്ടോ? പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ശരിയാണോ? അത്ര മൈനൂട്ടേ. ഒരു ചായ കൂടി കിട്ടിയ അടിപൊളി. സൂചേട്ടന് അച്ഛൻ ഒരു ചായ മേടിക്കാൻ പോയി കേട്ടോ. നമ്മൾ ചായ ഒക്കെ ആക്കി വെച്ചായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തില്ല. വണ്ടിയിലേക്ക് കയറിയപ്പോഴാണ് ഓർത്ത ചായ ഫ്ലാസ്ക് എടുക്കാൻ മറന്നല്ലോ എന്ന്. പിന്നെ എന്തായാലും ചായ മേടിക്കാം. രാവിലെ തന്നെ ഒരു ചായ കുടിച്ചില്ലേ ശരിയാവില്ല. എന്ത് ഇതല്ലെങ്കിൽ വഴി നമ്മൾ എന്ത് ചെയ്യും? തിരിക്കാൻ അവിടെ നിന്ന് ചോദിക്കണ. ഞാൻ അവിടെ കണ്ടേ അത് ഇംഗ്ലീഷ് ചെറി ഉദ്ദേശിച്ചത് കണ്ടോ? ഇതിപ്പോ ഉണ്ടായത്. അങ്ങനെ നമ്മള് പാർക്കിലെത്തി. കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ആ ചെറി ബ്ലോസം ഫുൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക്. അപ്പൊ നമ്മൾ നടക്കുകയാണ് ഇങ്ങനെ. അച്ചൂസിന്റെ വണ്ടിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു വീഴ്ച കഴിഞ്ഞു. വളയിട്ടുണ്ടോ? കാണാർന്നിരിക്കുക. അത് മൂടിയൊക്കെ ഓ എന്തിനാ നിക്കണേ? ഈ വഴി കൂടെ ഓടിക്ക്. ചെറിയ ചെറിയ പൂക്കള്, ഇതൊക്കെ ഡേസി പൂക്കളാ. ശരിക്കണ്ട നോക്കട്ടെ. ഇതാണ് ചെറി ബ്ലോസം. നല്ല ഭംഗിയാട്ടോ നേരിട്ട് കാണാനായിട്ട്. ഒത്തിരി പൂക്കളിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോഴേ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇത് എത്രത്തോളം ക്ലിയർ ആവണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതിങ്ങനെ ഒത്തിരി നിൽക്കുന്നത് കാണാനേ നല്ല ഭംഗിയാണ്. കൊഴിഞ്ഞു തുടങ്ങി കുറച്ചൊക്കെ, എന്നാലും അത്യാവശ്യത്തിനുണ്ട്. ഇതാണ് ആ ഒരു ഫ്ലവർ. ഇതിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇനി ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. അപ്പം അച്ഛനും അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. കുറച്ച് നേരം ഇരിക്കാം അവിടെ പോയിട്ട്. അവിടെ പാർക്കിൽ ചെറി ബ്ലോസം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വേറൊരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും ഫ്ലവേഴ്സ് തന്നെയാണ്.
അത് ഡിഫറെന്റ് കൺട്രീസിന്റെ ആയിട്ടുണ്ടെന്നാ പറഞ്ഞു എന്റെ പോക്കറ്റില. എൻട്രി ഫീ ഉണ്ടോ ഇവിടെ? ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇതാണ് കേട്ടോ റേറ്റ്. നമുക്കൊരു സിംഗിൾ എൻട്രിക്ക് വരുന്നത് 20 ആണ്. ഓക്കെ, നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ കടന്നു വിട്ടോ ഇങ്ങോട്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടത്തം തന്നെയായിരിക്കും. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. ഇതിങ്ങനെ ഓരോ സെക്ഷനാണ്. ജാപ്പനീസ്, ഇംഗ്ലീഷ്, ചൈനീസ്, ഇന്ത്യൻ, മോഡേണിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഇറ്റാലിയൻ, ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ. ഓരോ ബ്ലോക്ക് വൈസാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെർ ഹെഡ് $20 ആണ്. പിള്ളേർക്ക് ഫ്രീ ആണ്. 0 to 15 years വരെ ഫ്രീ ആണ്. ബാക്കി ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ടിക്കറ്റ് എടുത്തപ്പോൾ $40 ആയി. ഹാമിൽട്ടണിൽ താമസിക്കുന്നവർക്ക് ഫ്രീ ആണ്. ഇവിടെ ഈ ഒരു ലോക്കൽ ഏരിയയിൽ അവരുടെ അഡ്രസ് പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. പിന്നെ ആനുവൽ പാസ്സും ഉണ്ട്. അത് $39 ആണ്. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിന് തോന്നുന്നു 2 times ഒക്കെ വരാൻ തോന്നുന്നു ആ ഒരു ടിക്കറ്റിൽ. ഇപ്പം നമ്മൾ സിംഗിൾ എൻട്രി ആണ് എടുത്തത്. $20. അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം. അമ്മാളിപ്പെണ്ണി എവിടെയാ? അമ്മാളിപ്പെണ്ണി എവിടെ ഇരിച്ചിനേ? എൻ്റെ ഐസ്ക്രീം വെള്ളവും ഇപ്പോ. അച്ചു എവിടേക്ക് പോണേ? വെരി നൈസ് ആണോ അമ്മാളുവേ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നല്ല ഭയങ്കര മോന്ത ഷർട്ടൊക്കെ ഒക്കെ ആക്കി. നല്ല ഭംഗിയുണ്ടല്ലേ? നിറച്ച് പൂക്കളായിട്ട്. നല്ല കാറ്റ്. ഇതാണ് കേട്ടോ ബ്ലൂ ബെൽസ് എന്ന് പറയുന്ന ഫ്ലവർ. കണ്ടോ, ഇതൊരു ബെല്ലിൻ്റെ ഷേപ്പല്ലേ ഈ ഫ്ലവറിന്. അതുകൊണ്ടാണ് ഇത് ബ്ലൂ ബെൽസ് എന്ന് പറയുന്നത്. അവിടെ ആരോ കമ്പനി ആയാലോ സൂര്യനായിട്ട്. ഹായ്. അവർ ഉണ്ണിയുടെ പേരൊക്കെ ചോദിച്ചേട്ടാ. പറ. This flower is nothing. I don't know what this flower is. അറ്റ്ലീസ്റ്റ് കളറെങ്കിലും പറഞ്ഞിട്ട് പോയി അച്ചു. ഏത് കളർ? Flower is purplish pink. പർപ്പിൾ. What? ഇതൊരു ഡിഫറെന്റ് കളർ. ബ്ലൂ ആണോ ലാവൻഡർ ആണോ? ഇത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. നല്ല ലാവൻഡർ ഷെയ്ഡിന്റെ ലൈറ്റും ഡാർക്കും. ഇതിങ്ങനെ പടരുന്ന സൈസാണ്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാ. ഇത് ലാവൻഡർ തന്നെയല്ലേ? ഇത് മൊത്തം ഉണങ്ങി പോയതാ. അത് ഉണങ്ങി. ഇവിടെ എല്ലാം ലാവൻഡർ ഷെയ്ഡാണോ?
നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ആ ഒരു മതിലിനോട് ചേർന്ന് പടർന്ന് പോയിരിക്കുക. മുകളിലേക്കല്ല പരന്ന് പരന്ന പോകുന്ന ശാഖകൾ അതിന്റെ. അമ്മളിപ്പെണ്ണേ ഓക്കെ ആണോ? കാഴ്ചകളൊക്കെ കണ്ടിരിക്കും അങ്ങ്. വലിയ കുഴപ്പമൊന്നും ഇല്ല. കാഴ്ചകൾ കണ്ടപ്പോഴാ ഇരിക്കാവുള്ളൂ അങ്ങനെ. ഇതാ ബ്ലൂ ബെൽസ്. ഇത് വെജിറ്റബിൾ ആണോ തോന്നുന്നുണ്ട്. പർപ്പിൾ അല്ലേ? ഓ ലാവൻഡർ അല്ലാണ്ട് വേറൊരു കളർ പൂവുണ്ട്. വാലൊക്കെ വൈറ്റ് മാത്രം. നമ്മുടെ പക്ഷേ നമ്മുടെ ഓറഞ്ച് കളർ മീനുണ്ട്. നമ്മുടെ ബ്ലൂ അല്ല, നമ്മുടെ റെഡ് ആണ് ഫുള്ള്. ഇത് വെറൈറ്റി ഉണ്ട് കേട്ടോ. വാല് മാത്രം ഉണ്ട്. ഇപ്പം കാണാറില്ല. കുറിച്ച് വെച്ച അയ്യോ എനിക്ക് പേടിയുണ്ട്. ശരിയുള്ളൂ. ഇവിടേക്ക് വന്നപ്പോഴേ എന്തോ ഒരു സ്മെല്ല്, എന്തോ ഒരു പാലപൂത്ത മണം. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിച്ചിട്ടാവാൻ ബാക്കി യാത്ര. സൂചേൻ്റെ അച്ഛനും കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കഴിക്കാൻ പോവാം. ബിരിയാണിയാണ് കേട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത്. ആകാശം കാണുന്നുണ്ട് അവിടെ. അവിടെ നിന്തൊരു രസമെന്നോ, അവിടെ പാൽക്കാവടിയുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്. അങ്ങനെ എൻ്റെ താരാട്ടുപാട്ട് കേട്ട് അമ്മാള് നല്ല ഉറക്കായി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവരിവിടെ ഹാമിൽട്ടണിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വെസ്ലിൽ ക്യാപ്പ് ചെയ്തതാണ്. അപ്പോൾ അവരും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രാവൽ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.